മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിലെ കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിൽ പോയിരുന്നു. അവിടെ എൻ്റെ ഒരു ജ്ഞാനയോഗി എന്ന ചാനലിനൊരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. മാനവധർമ്മശാസ്ത്രം എന്ന് പറയുന്ന മനുസ്മൃതി, മാനവധർമ്മശാസ്ത്രം എന്നറിയപ്പെടുന്ന മനുസ്മൃതി, അതിലെ നിയമാവലികൾ യോഗി ചാനലിലൂടെ കൊടുക്കുക. ഞാൻ ആ മനുസ്മൃതിയെക്കുറിച്ച് കുറേ വിവരിച്ചു. വേദ സാഹിത്യം എന്താണ്, വേദം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്, അത് വേദിക് ലിറ്ററേച്ചർ, വേദാംഗങ്ങളെ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, ജ്യോതിഷം, കൽപ്പശാസ്ത്രം, ആ കൽപ്പശാസ്ത്രത്തിലെ ശ്രൗതസൂത്രം, ധർമ്മസൂത്രം, ഗൃഹ്യസൂത്രം, പിതൃമേധസൂത്രം, ആ കൽപ്പശാസ്ത്രത്തിനകത്തെ ഒരു ഭാഗമായിട്ടുള്ള ധർമ്മശാസ്ത്രത്തെയാണ് സ്മൃതി എന്ന് പറയുന്നത്. അതിൽ മാനവസ്മൃതി, ഒരാൾ എഴുതിയതല്ലാതെ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള സ്മൃതി, അതിനെയാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. മാനവധർമ്മശാസ്ത്രം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനെക്കുറിച്ച് മുഴുവനും വിവരിച്ചു. പുരാതന നിയമവലികൾ അതാണെന്നും കാനഡയിലെ മാനിറ്റോബ യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസിൽ, വലിയ എൻട്രൻസിൽ, ഞാനവിടെ ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ കാനഡയിലെ മാനിറ്റോബയിൽ ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ്. ആ ഓഡിറ്റോറിയത്തിൻ്റെ ആർച്ചിലും ദ ഫസ്റ്റ് ലോ മേക്കർ മനു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ എഴുതിയിരിക്കുന്നത്. ഇവിടെ മനു എന്ന് ഉദ്ദേശിച്ചത് മാനവ സംസ്കാരത്തിൻ്റെ പ്രതിനിധി എന്ന അർത്ഥത്തിലാണ്. അപ്പോ അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞു. ആ ജ്ഞാനയോഗി ചാനലിലെ പ്രവർത്തകർ എന്നോട് പറഞ്ഞു, സാർ, ഈ യോഗി ചാനലിനെ കുറിച്ച് എല്ലാവരോടും പറയണം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒന്നാണ്, നിങ്ങൾ ഏത് ചാനൽ വേണമെങ്കിലും കണ്ടുകൂടാ, പക്ഷേ ധാരാളം ക്രിസ്ത്യൻ ചാനലുകൾ സുവിശേഷം പറയാനുള്ളതുണ്ട്. പിന്നെ മുഴുവനും ഫോറിൻ സപ്പോർട്ട് കിട്ടുന്നുമുണ്ട്. ഫോറിൻ സപ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനികൾ ആ ചാനലിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഹൈന്ദവ ചാനൽ വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൽ ഹൈന്ദവ കാര്യങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ജനം TV ഉണ്ട്, പിന്നെ യോഗി ചാനലുണ്ട്, പിന്നെ സംസ്കൃതി ചാനൽ, അമൃത ചാനലിൽ പിന്നെ ഹിന്ദുക്കളുടെ വലുതായിട്ടുണ്ടെന്ന് തോന്നണില്ല. അതെന്തോ ഒരു രീതിയിൽ അത് പോകുന്നു. മറ്റേതൊരു ചാനലും ഏറ്റവും ഉയരത്തിലുണ്ടായിരുന്നതായിരുന്നു, ഇപ്പം അത് എവിടെയോ നിൽക്കുന്നു. ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന ആളും ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളും അതിനകത്ത് കയറിയിട്ട് അതിനെ എന്തൊക്കെയോ ആക്കിയിട്ട് അവരത് വിട്ടുപോവുകയും ചെയ്തു എന്നാണ് തോന്നുന്നത്. നല്ല നല്ല പ്രോഗ്രാമുകളുള്ളത് ടൈം നോക്കിയിട്ട് കണ്ട് പഠിക്കാനുള്ളത് പഠിക്കണം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഇഫ് മുഹമ്മദ് കനോട്ട് കം ടു ദ മൗണ്ടൻ, ലെറ്റ് മൗണ്ടൻ ഗോ ടു മുഹമ്മദ്. മുഹമ്മദിന് പർവ്വതത്തിൻ്റെ അടുത്തേക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ പർവ്വതം മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോകണം. ഇതുമാതിരിയുള്ള ജ്ഞാനയോഗിയെ പോലെയുള്ള ചാനലുകൾ, അല്ലെങ്കിൽ ജനം TV, അതിൽ പൊളിച്ചെഴുത്ത്, പൊളിച്ചടുക്ക, എന്തൊക്കെയുള്ള വാക്കുകളുണ്ട്. നല്ല രീതിയിൽ തനി പച്ച സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ആ ജനം TVയിലെ ചില കാര്യങ്ങളാണ് അത് കേട്ടും കണ്ടുമാണ് മറ്റ് ചാനലിലെ ആങ്കർമാരും കോമ്പയറർമാരും ഒക്കെ മാറിയതെന്ന് പോലും തോന്നാറുണ്ട്. ഇപ്പൊ സമൂഹത്തിലെ വെളിച്ചം പകരുന്ന, സത്യം വിളിച്ചു പറയുന്ന, വസ്തുതകൾ വിളിച്ചു പറയുന്ന, നമ്മുടെ പൈതൃകത്തിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന, തിന്മകളെ തമസ്കരിച്ച് നന്മകളെ പ്രകാശപൂർണമാക്കുന്ന ആ ചാനലുകളിലെ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾ കണ്ട് മനസ്സിലാക്കി, കേട്ട് മനസ്സിലാക്കി, കണ്ടും കേട്ടും ഉള്ളിലേക്കാക്കിയത് ഉടനെ ആരോടെങ്കിലും പറഞ്ഞ് പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ പൈതൃകം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. വളരെ ധന്യമായിട്ട് പഠിക്കണം. അവരെന്നോട് പറഞ്ഞു, ജ്ഞാനയോഗി അല്ലെങ്കിൽ യോഗി എന്ന ചാനലിനെ കുറിച്ച് സാർ എല്ലാവരോടും പറയണം. ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഭഗവത്ഗീത വിവരിക്കുന്ന ജനം ചാനലിലുണ്ട് 6:50 മുതൽക്ക് വർക്കിംഗ് ഡേയ്സിൽ, തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 10ാം അധ്യായമായി. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഞാനത് വിവരിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല നല്ല പൈതൃകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കൈരളി ചാനൽ കമ്മ്യൂണിസ്റ്റ് ചാനലാണ്, പക്ഷെ പൈതൃക കലകൾ അവരവതരിപ്പിക്കുന്ന മാതിരി വേറെ ഒരാളും അവതരിപ്പിക്കാറില്ല. ഒറിജിനാലിറ്റിയോടുകൂടി അവതരിപ്പിക്കുന്നത്.
ഏത് ചാനലായിക്കോട്ടെ, നന്മകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ എക്സാമ്പിൾ കൂടി പറഞ്ഞത്. അത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലാണ്. അതിലുള്ള വാർത്തകളൊന്നും കേൾക്കാനേ പറ്റില്ല നിങ്ങൾക്ക്. അത് മുഴുവനും കുക്കഡ് വാർത്തകളാണ്, ദേശാഭിമാനിയിലെ വാർത്തകൾ പോലെ. പക്ഷേ അതിലുള്ള പൈതൃക കലകൾ അതിന് തുല്യമായിട്ട് വേറൊരു ചാനലിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ഇത് പറഞ്ഞത് അവരെന്നോട് പറഞ്ഞതും എൻ്റെ മനസ്സിൽ തോന്നിയതും നന്മകൾ കൃത്യസമയത്ത് ഉള്ളത് അത് നമ്മൾ കണ്ട് ആ ടൈം വെച്ചിട്ട് പഠിപ്പിക്കാനുള്ള അവസരമായിട്ട് എടുക്കണം. പുസ്തകം നോക്കി അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും പലപ്പോഴും TV ചാനലിലൂടെ കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.